Hi, hello, Assalamu alaikum. I am Anzia Shahjahan, first year MBBS student of Kanyakumari Medical College. അപ്പോൾ ഈ ഒരു ഇൻട്രോക്ക് വേണ്ടി കുറേ നാളായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ആ അലോട്ട്മെൻറ്റിൻ്റെ കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇട്ടതല്ലാതെ പിന്നെ വീഡിയോസ് ഒന്നും വന്നിട്ടില്ല, എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ കോളേജിൽ എത്തിയതിന് ശേഷം പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുത്ത്. കാരണം അത്യാവശ്യം ഹോം സിക്നെസ് ഉള്ള ഞാൻ ഇവിടെ വന്ന് പിന്നെ ഒന്നാമത് നമ്മുടെ ലാംഗ്വേജും കൂടി അല്ലല്ലോ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ടൈം എടുത്ത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ മടി, വേറൊന്നുമല്ല. പിന്നെ ഫസ്റ്റ് ഇയർ എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ചധികം ടഫാണ്. പിന്നെ തമിഴ്നാടായതുകൊണ്ട് തന്നെ കുറച്ചധികം എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മന്തും എക്സാംസ് ഇൻറ്റേർണൽസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനുള്ള ടൈമും കിട്ടിയിട്ടില്ല. പിന്നെ ഫ്രീ ആയിട്ടുള്ള ടൈമിൽ എടുക്കാവുന്നതാണ്, പക്ഷേ മടി. കാരണം എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ കുറച്ച് നേരം ഫോൺ നോക്കണം, ഇതൊക്കെയാണ് കുറച്ച് ആഗ്രഹങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിൽ പോവും. പിന്നെ എന്തായാലും എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. കാരണം എൻ്റെ ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അറിയാലോ, ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടേഴ്സ് ഡേയിൻ്റെ ദിവസത്തിലാണ് ഞാൻ ഡോക്ടർ ആവണം എന്ന് ഡിസൈഡ് ചെയ്തത്. അതിൻ്റെ ഒരു സ്റ്റോറി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ +2 പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കരമായിട്ടൊരു കാലുവേദന വന്നു. അപ്പോൾ കാലുവേദന, ഉമ്മയ്ക്ക് കാലനക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഉമ്മീനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ വീൽ ചെയറിൽ ഉമ്മീനെ തള്ളിക്കൊണ്ട് അങ്ങോട്ട് ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഓൾറെഡി +2 കഴിഞ്ഞിട്ട് എന്ത് ഫീൽഡിലേക്ക് പോകും എന്നൊരു ഡിസ്കഷൻ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോഴാണ് ഈ എൻട്രൻസും കാര്യങ്ങളും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്താത്തനെ ഡോക്ടറാക്കണം എന്ന് വീട്ടുകാർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് ഇത്താത്താക്ക് ആ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അത് കേട്ട് കുറച്ചൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താ എടുക്കണം, ഈ ഒരു എൻട്രൻസിലേക്ക് പോകണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കണോ എന്നുള്ള രീതിയിൽ. എന്തായാലും മെഡിക്കൽ ഫീൽഡാണെന്ന് ഉറപ്പിച്ചിരുന്നത്. പക്ഷേ ഞാൻ MBBSലേക്ക് വരുമെന്ന് ഒട്ടും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ഇങ്ങനൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഉമ്മയ്ക്ക് ഒരിത് വരുന്നത്. അപ്പോൾ എൻട്രൻസിലേക്ക് പോകണോ എന്നുള്ളൊരു ഡിസ്കഷൻ ഇങ്ങനെ വീട്ടിൽ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പം അങ്ങനെ ഉമ്മീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇൻസിഡൻ്റാണ്. കാരണം എൻ്റെ ഉമ്മയ്ക്ക് അത്രയും നടക്കാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഉമ്മീനെ കൊണ്ട് ഞാൻ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അത്രയും തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്ന് പറയാം. അത്രയും പൊളൈറ്റായിട്ട് ഒരു ഡോക്ടറിൻ്റേതായ പ്രൊഫഷണലിസം നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്ന ഒരു ഡോക്ടറായിരുന്നു അത്. അവർ തന്ന കെയറിങ് ആയാലും, എൻ്റെ ഉമ്മീനെ നോക്കിയ ഒരു രീതി ആയാലും, അവരുടെ സംസാരമായാലും, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താ സംഭവം, പേഷ്യൻറ്റിനെ കംഫർട്ടബിളാക്കി അവർ ചെയ്യുന്ന കാര്യങ്ങളായാലും എല്ലാം അത് കണ്ടപ്പോൾ, അങ്ങനെ പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു സ്പെഷ്യൽ കെയർ ആയാലും എല്ലാ വിധത്തിലും അത് എന്നെ ശരിക്കും ഭയങ്കര അത്ഭുതപ്പെടുത്തി. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾക്കിങ്ങനെ അത്രത്തോളം ഒരു കെയറിങ് കൊടുക്കാൻ പറ്റുക. അവർ നമ്മുടെ ആരുമല്ല, നമ്മളായിട്ടൊരു കണക്ഷനും ഇല്ല, ജസ്റ്റ് ഒരു സ്ട്രേഞ്ചറാണ് നമുക്കവർ. പക്ഷെ എന്നാലും അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രത്തോളം ഒരു കെയറിങ് കൊടുക്കാനും, അവരുടെ പ്രശ്നങ്ങൾ അറിയാനും, അവരെ ട്രീറ്റ് ചെയ്യാനും ആ ഒരു ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഡോക്ടർ ഫീൽഡ്, പിന്നെ അവർക്ക് കൊടുക്കുന്ന പുറത്തുണ്ടാവുന്ന എൻ്റെ മനസ്സിൽ തോന്നിയൊരു റെസ്പെക്റ്റ്, അതെല്ലാം കണ്ടപ്പോൾ ഞാനവിടെ ഫ്ലാറ്റായി. അപ്പോഴാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, ഇനി വേറെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കണ്ട, എന്തായാലും ഇത് തന്നെയാണ് എൻ്റെ ഡെസ്റ്റിനി എന്നുള്ളൊരു ഇത് എനിക്ക് കിട്ടിയത്. പിന്നെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാനത് കാണുന്നത്, ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണെന്ന്. അതെന്താ കോയിൻസിഡൻസ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ പഠിച്ചവൻ അങ്ങനെ വിചാരിച്ച് എന്നെക്കൊണ്ട് ആ തീരുമാനം ആ ടൈമിൽ അങ്ങനെ എടുപ്പിച്ചതായിരിക്കാം, അള്ളാഹ് വിചാരിച്ചേക്കുന്നതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ആ ഒരു കുഞ്ഞ് സ്റ്റോറി വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന സ്റ്റോറി അല്ലെങ്കിലും എൻ്റെ ലൈഫിൽ അത് വളരെ ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആ ഒരു കോയിൻസിഡൻസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ എനിക്ക് അത് വല്ലാത്തൊരു സംഭവമായിരുന്നു ആ ടൈമിൽ. പിന്നെ കോളേജിൽ കയറിയതിന് ശേഷം
ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ആവാനുള്ള പ്രശ്നങ്ങളും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എക്സാംസ് അല്ലേ, അതിൻ്റേതായ പ്രഷറും സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഹോം സിക്നെസ് വീട്ടിൽ നിന്ന് പിരിഞ്ഞ് നിൽക്കുക, പിന്നെ ഫുഡ്, അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പല ടൈമിലും വിചാരിച്ചിട്ടുണ്ട് ഞാൻ എന്തിനീ ഫീൽഡ് തിരഞ്ഞെടുത്തു എന്നുള്ളത്. പക്ഷേ അറ്റ് ദ എൻഡ് നോക്കുമ്പോൾ ഇതാണ് എൻ്റെ ഡെസ്റ്റിനി, അന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണിത് എന്നുള്ളൊരു ആ ഉൾവിളി എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ സ്റ്റോറി പറയാനാണ് ഞാൻ വന്നത്. ഇനി എന്തായാലും വീഡിയോസൊക്കെ ഉണ്ടാവും, പ്രതീക്ഷിക്കാം. എനിക്കറിയില്ല, എനിക്ക് തോന്നണം ആ ഒരു ഇത്. അപ്പോൾ എൻ്റെ സ്റ്റോറി ഇതാണ്. അപ്പോൾ ഇനി ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരായാലും, ഇപ്പോൾ എൻട്രൻസ് MBBS കയറാൻ വേണ്ടിയിട്ട് അവർ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നീറ്റ് എഴുതി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായാലും, പിന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായാലും MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും, പിന്നെ എല്ലാ ഡോക്ടേഴ്സിനും എൻ്റെ വക ഒരു ഹാർട്ട് ഫെൽറ്റ് ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നത് വരെ ശരി, ടാറ്റ.